ചോദിച്ചു വാങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് കോപം വന്നത്. എന്നാൽ പിന്നീട് ആ കോപം ചിരിയായി മാറി. അന്നു മുതൽ ഇന്നു വരെ ദാഹം തോന്നിയിട്ടില്ല. ഞാൻ വെള്ളം ചോദിച്ചത് തന്നിരുന്നെങ്കിൽ പിന്നെയും അനേകം പ്രാവശ്യം ഞാൻ ചോദിക്കേണ്ടി വന്നേനെ. അത് തരാതിരുന്നാൽ പിന്നീട് ഒരിക്കലും ചോദിക്കേണ്ടി വന്നില്ല. അത് പ്രകൃതിയുടെ ലീലയാണ്. പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് മാത്രം. അവർ വെള്ളം തരാതിരുന്നപ്പോൾ എൻ്റെ ദാഹം പോയല്ലോ എന്നോർത്തെൻ്റെ കോപവും പോയി. അങ്ങനെ ഞാൻ തിരുച്ചെന്തൂരിലെത്തി. അന്ന് അവിടെ തങ്ങി. പിറ്റേന്ന് തിരിച്ചു നടന്നു. തിരുപ്പുറക്കുണ്ട്രം വന്നു. ക്ഷീണം മാറിയപ്പോൾ സ്വാമിമലയ്ക്ക് നടന്നു. ജീവിതത്തിൻ്റെ 3-ാം അധ്യായം. സ്വാമിമലയിൽ നിന്ന് കുംഭകോണം വഴി തിരുത്തണ്ണിക്ക് പോകുമ്പോഴാണ് പരമാർത്ഥ സത്യം നിത്യചൈതന്യം ആണെന്നറിഞ്ഞത്. നിത്യചൈതന്യമാണ് നിത്യസത്യം എന്ന് ആരോടും പറഞ്ഞില്ല. പറഞ്ഞാൽ അതാർക്കും അറിയാൻ പറ്റില്ല എന്ന് തോന്നി. ആ അനുഭവം പറഞ്ഞറിയിക്കാൻ വയ്യ. എങ്കിലും പറഞ്ഞാൽ എനിക്ക് സമാധാനം. നടക്കുമ്പോൾ പെട്ടെന്ന് ഇരിക്കാൻ തോന്നി. വലതുവശത്ത് 2 അടി ഉയരത്തിൽ കയറിയിരുന്നു. ഇരിക്കാതെ വയ്യ. ഇരിക്കാൻ നിരപ്പില്ല. ഇരുന്ന് കുറച്ച് സമയത്തിനുള്ളിൽ പൊടി പടലം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഒരു മിനുക്കം കണ്ടു. ആഹാരം കഴിച്ച് പല ദിവസങ്ങളായതിനാൽ കണ്ണടച്ചും തുറന്നും 2 പ്രാവശ്യം നോക്കുന്നതിനിടയിൽ നെറ്റിയിൽ പൊട്ടു തുടർന്നിടത്തൊരു ചലനമുണ്ടായി. ഒരു പ്രകാശം ഉള്ളിലേക്ക് കടന്നു. ഇരിക്കുന്നതിന് മുൻവശത്ത് ഒരു മരമുണ്ടായിരുന്നു. അത് മുകളിൽ നിന്ന് താഴേക്ക് ചൈതന്യമായി മാറി. ചെവിയുടെ മുകളിൽ ഇരുവശത്തും 2 ബൾബുകൾ മാതിരി ചെറുതായി തെളിഞ്ഞു. ഒന്ന് ചെറുതും മറ്റൊന്ന് കുറച്ചുകൂടി വലുതുമായിരുന്നു. അതിനിടയിൽ ഇടത്തെ ചെവി ഡും എന്ന ശബ്ദത്തിൽ അടഞ്ഞു. എല്ലാം അര സെക്കൻഡിൽ നടന്നു. എപ്പോഴും ഇരിക്കുമ്പോൾ സൂര്യനെ നോക്കാറുണ്ട്. സമയമറിയാൻ വേണ്ടിയാണത്. രാവിലെ 11-11:30 മണിയായി കാണണം. എൻ്റെ അനുഭവത്തിൽ മുഴുവൻ സമയവും ചൈതന്യമായിരുന്നു. എഴുന്നേൽക്കുന്നതിന് മുമ്പ് പൊങ്ങി വരുന്ന ആനന്ദം അനുഭവിച്ചു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അത് കുറച്ച് സമയം മാത്രം. സമയം ഇരുട്ടാവാൻ തുടങ്ങിയിരിക്കുന്നു. 6-7 മണിക്കൂറുകൾ മുഴുവൻ സമയവും ചൈതന്യമായിരുന്നു. ഒന്ന് എഴുന്നേറ്റ് നിന്നതറിയാം. പിന്നെ റോഡിലേക്ക് ഇറങ്ങിയത് മുതൽ രാവിലെ വരെ ഓർമ്മയില്ല. 6 ശിക്കാരി നായ്ക്കൾ റോഡിലിരിക്കുന്നു. അവിടെ ഒരു പുൽവീടുണ്ടായിരുന്നു. റോഡിൻ്റെ ഇടതുവശത്ത് ഒരു 45 വയസ്സുകാരൻ നടക്കുന്നുണ്ടായിരുന്നു. നായ്ക്കളെ കണ്ടപ്പോഴാണ് ഓർമ്മ തിരികെ വന്നത്. ഭയമില്ലാതെ അതിനിടയിലൂടെ നടന്നു. കൈ ചെറുതായി വീശിയിരുന്നു. ഒരു നായയുടെ മൂക്കോ വായോ കയ്യിൽ തട്ടി. കൈ കൂട്ടിപ്പിടിച്ചപ്പോൾ നായ പോയി. വടലൂർ രാമലിംഗസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, കൈ വീശി നടക്കുന്നതും അഹങ്കാരമാണ്. ഒരാഴ്ചയിൽ ഏറെ വടലൂരിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നും തിരുത്തണ്ണിയിലേക്ക് പുറപ്പെട്ടു. എത്തിയത് തിരുവണ്ണാമലയിൽ. മുലപ്പാൽ തീർത്ഥത്തിനടുത്ത് ദണ്ഡപാണി ആലയത്തിൽ കുറച്ചുനാൾ തങ്ങി. ഇപ്പോൾ 43 വർഷങ്ങളായി തിരുവണ്ണാമലയിൽ. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. ബ്രഹ്മം ചൈതന്യം മാത്രമാണ് വാസ്തവത്തിലുള്ളത്. നമ്മൾ ഈ കാണുന്ന ലോകം മരീചിക പോലെ. മരുഭൂമിയിൽ വെയിലിൻ്റെ അതിപ്രസരത്തിൽ അത് വെള്ളം പോലെ തോന്നി. മൃഗങ്ങൾ ഓടിച്ചെല്ലും. മൃഗങ്ങൾ ചെല്ലുമ്പോൾ ആ നിഴൽ ഒരു പ്രത്യേക അകലത്തിൽ പോയിക്കൊണ്ടിരിക്കും. വെയിൽ കാരണം മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന തോന്നൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണിത്. എത്ര ഓടിയാലും അതൊരു പ്രത്യേക ദൂരത്തിൽ അകന്നു പോകും. അങ്ങനെ മൃഗങ്ങൾ ചത്തുവീഴും. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. സുഖം തേടി ഓടി ഓടി അവനും ചത്തുവീഴും. തത്വസാരം. അനാദ്യന്തമില്ലാത്ത വേദാന്ത സത്യം സ്വയം സ്വപ്രകാശസ്ഥിതം നിത്യമാകും. അജം ജന്യമല്ലാത്ത വേദാന്ത സാരം നിജം നിർമ്മലം നിത്യചൈതന്യമാകും. അർത്ഥം: ആദ്യവും അവസാനവും ഇല്ലാത്ത വേദാന്ത സത്യം അതിനെ തന്നെ പ്രകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതും നിത്യവുമാകുന്നു. ജനിക്കാത്ത എന്നെന്നും ഉണ്ടായിരുന്ന വേദാന്തസാരം സത്യവും പരിശുദ്ധവും നിത്യചൈതന്യവുമാണ്. ചുരുക്കത്തിൽ, തുടക്കവും ഒടുക്കവുമില്ലാത്ത നിത്യചൈതന്യമല്ലാതെ ഒന്നുമില്ല ഇവിടെ. അതുള്ളതുകൊണ്ട് അതിൽ തോന്നിമറിയുന്ന കോടാനുകോടി ദൃശ്യവസ്തുക്കൾ ഒന്നാണ് നമ്മൾ വസിക്കുന്ന ഭൂമി. നിത്യചൈതന്യം അണുവിൽ അണിയൻ. ഇനി ആ അണുവിനെ രണ്ടാക്കാൻ പറ്റാത്ത തരത്തിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യമോ അന്തമോ ഇല്ല. അനാദി, അനന്തം, അചലം, അഖണ്ഡം. വിവരിക്കാനാവില്ല, അനുഭവിച്ചറിയണം. പോക്കുമില്ല, വരവുമില്ല, അന്തരീക്ഷത്തിന് അവസാനമില്ല. അവിടമെല്ലാം തന്നെ ഒരുപോലെയുള്ളത് ഒന്നു മാത്രമാണ്:
ചൈതന്യം. അത് ഒരു പ്രാവശ്യം അനുഭവത്തിൽ വന്നാൽ പിന്നെ എപ്പോൾ ശരീരം വീണുപോയാലും നാം അത് തന്നെയായിരിക്കും. ഉള്ളതൊന്ന് ബ്രഹ്മചൈതന്യം മാത്രം. തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തതും ജ്വലനമോ ചലനമോ ഇല്ലാത്തതും എപ്പോഴും ഒരുപോലെ പ്രകാശിക്കുന്നതും അറിയപ്പെട്ടതിൽ ഏറ്റവും ചെറിയതുമായ അണുവാണ് നിത്യചൈതന്യം. അതില്ലാത്ത ഇടമില്ല. ഉണ്ടായതെല്ലാം ഒരു സമയത്ത് ഇല്ലാതാകും. ഉണ്ടായതല്ലാത്ത അജം നിത്യചൈതന്യം എന്നെന്നും ഉണ്ടായിരിക്കും. പരമാർത്ഥ സത്യം നിത്യചൈതന്യമാണ്. നിത്യചൈതന്യം ഒന്നും ചെയ്യുന്നില്ല. സത്യം അനാദിയാണ്, അനന്തമാണ്, അഖണ്ഡമാണ്, അചലമാണ്. എന്നാൽ ചലിക്കാനിടമില്ല. ഇനി അതിനെ മുറിക്കാൻ പറ്റാത്ത അത്ര ചെറുതാണ്. അത് ഉണ്ടായതല്ല, എന്നുമുള്ളതാണ്. ഇല്ലാതാകുന്ന പ്രശ്നമേയില്ല. ചൈതന്യം ബോധമല്ല. അറിയേണ്ട സത്യവസ്തു ചൈതന്യം തന്നെയാണ്, അല്ലാതെ ബോധമല്ല. ബോധം ശരിയായ തരത്തിൽ ജീവിക്കാനുള്ളതാണ്. ബോധമില്ലാഞ്ഞിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്. ബോധമുള്ളവർ ആരും അങ്ങനെ ചെയ്യില്ല എന്നെല്ലാം പറയാറില്ലേ? വൈരാഗ്യം. ഒരു പണിയെടുത്താലും ഇത് കിട്ടില്ല. എല്ലാം വിടണം. ആഗ്രഹങ്ങൾ, ഒട്ടലുകൾ, പക്വത വരുമ്പോൾ തനിയെ സംഭവിക്കുന്നതാണിത്. അറിയുന്നവർ ഇല്ലാത്ത അറിവ്. ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ ആളില്ല. ജഗത് മിഥ്യയുടെ കൂട്ടത്തിൽ ഞാനും അടിച്ചുപോയി. ഒരു കുരങ്ങ് ഒരു ബിസ്ക്കറ്റ് പാത്രത്തിൽ കൈയിട്ടു. കുരങ്ങിൻ്റെ കൈ മാത്രം കടക്കുന്ന തരത്തിലാണ് പാത്രത്തിൻ്റെ വായ. ബിസ്ക്കറ്റ് കയ്യിൽ കിട്ടി. കുരങ്ങിന് വലിയ സന്തോഷമായി. പക്ഷേ ചുരുട്ടിപ്പിടിച്ച കൈ പാത്രത്തിൽ കുടുങ്ങി. പിടിവിട്ടാൽ കൈയെടുക്കാം, വിടാൻ മടി. കയ്യിൽ കിട്ടിയത് എങ്ങനെ കളയും? അങ്ങനെ ഒരുപാട് കുരങ്ങന്മാർ ഉണ്ടിവിടെ. ഓരോരുത്തരും ഓരോ തരത്തിൽ ഓരോന്നിൽ കുടുങ്ങിക്കിടക്കുന്നു. വിടാൻ കഴിയാത്ത തരത്തിൽ ഒട്ടിപ്പിടിച്ചുപോയി. ആർക്കും ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. സത്യമറിയാൻ തക്ക തരത്തിലാണ് പ്രകൃതി നമുക്ക് ഈ ശരീരം തന്നിട്ടുള്ളത്. അതുമാത്രം ആരും ചെയ്യുന്നില്ല. തീവ്ര വൈരാഗ്യമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രപഞ്ചം ഒരു തുറന്ന ജയിലാണ്. ഇവിടെ വന്നു പെട്ടാൽ പുറത്തു കടക്കാൻ എളുപ്പമല്ല. ഈ പ്രപഞ്ചമെന്നാൽ നമ്മുടെ ആശകളും ഒട്ടലുകളുമാണ്. തന്നെത്താൻ അറിയൂ. ഈ ലോകത്ത് മനുഷ്യജന്മം കിട്ടിയാൽ അതുകൊണ്ട് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യം തന്നെ ഞാൻ അറിയുക എന്നതാണ്. ഞാൻ എന്നെ അറിയുക. അതറിയാതെ എന്തറിഞ്ഞാലും മരണം വരുമ്പോൾ ഉപകരിക്കില്ല. മറ്റെല്ലാ അറിവുകളും പണം സമ്പാദിക്കാനുള്ളതാണ്. നമ്മുടെ ശരീരം, ബുദ്ധി, യുക്തി എല്ലാം തന്നെ സത്യം അറിയുവാനുള്ള ഉപകരണമാക്കിയാൽ എത്രയും വേഗം അതറിയാൻ സാധിക്കും. നാം മനനം ചെയ്ത് നോക്കി എല്ലാത്തിനോടും മടുപ്പ് തോന്നി പൂർണ്ണ വിരക്തി വരുമ്പോൾ തനിയെ സംഭവിക്കുന്നതാണത്. നീ നിന്നെ അറിയുക എന്നുള്ളത് സത്യത്തിലേക്കുള്ള വഴി. അത് നീ എവിടെയും പോകണ്ട. ഉറച്ച ബുദ്ധി. എനിക്കത് അറിയാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം വേണം. നീ നിന്റെ ശരീരവും ബുദ്ധിയും യുക്തിയും അതിനു മാത്രം ഉപയോഗിച്ചാൽ എത്രയും വേഗം അറിയാൻ കഴിയും. സ്വയം സാധിക്കാവുന്ന കാര്യമാണത്. മറ്റൊരാൾ കൂട്ടുപാടില്ല. കോപം കളഞ്ഞ് കിട്ടുന്നതിൽ തൃപ്തനായി ആരോടും ഒരു കാര്യത്തിൽ വെറുപ്പ് കാണിക്കാതെ നിസ്സംഗനായി കഴിയുക. കഴിഞ്ഞ കാര്യങ്ങൾ മറക്കുക. വരാനുള്ളത് വരുമ്പോൾ നോക്കാം. ഇപ്പോൾ ശാന്തനായിരിക്കുക. ചിന്തയിൽ എന്തെങ്കിലും കടന്നു വരും, അതിൽ പിടിക്കരുത്. സമയമാകുമ്പോൾ സത്യമറിയാം. അത് തുടർന്ന് കൊണ്ടുപോകുക. അല്ലാതെ അറിഞ്ഞെന്ന് പറഞ്ഞ് പഴയ ജീവിതം തുടരരുത്. അവകാശവും അർഹതയും. മാങ്ങ പച്ചയായിരുന്നപ്പോൾ ചവർപ്പും പുളിപ്പും ഉണ്ടായിരുന്നു. അത് പഴുത്തപ്പോൾ ചവർപ്പും പുളിപ്പും എവിടെ പോയി? മനുഷ്യനും അങ്ങനെ തന്നെയാണ്. പക്വത വന്നപ്പോൾ പരമസാധുവായി. ഇത് ഇന്നത്തെ പരിതസ്ഥിതിയിൽ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. ഇഹപര വൈരാഗ്യമുള്ള ഒരാൾ, സമ്പൂർണ്ണ വിരക്തൻ, ഇവിടെ ഒരാശ കൊണ്ടും ഒരു കാര്യവും ഇല്ലെന്നറിയുന്ന ഒരാൾക്ക് ഇതറിയാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരുടെയും മുമ്പിലുള്ളത് മരണമാണ്. നാം ഓരോ നിമിഷവും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ഹൃദയമിടിപ്പും നിർത്താനുള്ള വെമ്പലിലാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിത, ഞാൻ ഈ പറയുന്നത് ഒരു വെല്ലുവിളിയല്ല, പരമാർത്ഥം മാത്രമാണ്. എല്ലാവർക്കും അതറിയാൻ അവകാശമുണ്ട്. പക്ഷേ അർഹത ഉള്ളവർക്ക് മാത്രം അറിയാൻ സാധിക്കും. എല്ലാം ഒന്നിൽ നിന്നും ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ നിത്യചൈതന്യം തന്നെയാണ് ഉറവിടം. ആയതുകൊണ്ട് മനുഷ്യൻ എന്നല്ല ഒരു ജീവിക്കും ഉപദ്രവമില്ലാതെ ജീവിക്കുന്നത് തന്നെ ധർമാചരണം. ഏറ്റവും വലിയ ശുദ്ധി മനഃശുദ്ധി തന്നെ.
സനാതന ചൈതന്യം. എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നിത്യചൈതന്യമാണ് സത്യവസ്തു. അത് സനാതനമാണ്, മാറ്റമില്ലാത്തത്. അതേപോലെ ഒരു വസ്തു വേറെയില്ല. എല്ലാത്തിൻ്റെ അകവും പുറവും ഒരുപോലെ ഇരിക്കുന്ന നിത്യചൈതന്യം തന്നെയാണ് സനാതന സത്യം. ശാശ്വത ശാന്തി ചൈതന്യം, സർവാതീതം, നിരഞ്ജനം, അനാദി ചൈതന്യം, അനന്ത ചൈതന്യം, അചല ചൈതന്യം, അഖണ്ഡ ചൈതന്യം, നിത്യസത്യ ചൈതന്യം, നിരുപമ ചൈതന്യം, നിർഗുണ ചൈതന്യം, സനാതന ചൈതന്യം. എഴുതാനുമില്ല, പറയാനുമില്ല. അനുഭവം അവർണ്ണനീയം തന്നെയാണ്. എന്താണ് പറയുന്നത്? എങ്ങനെ പറയാൻ? ഓം